ഈ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്നലെ 2026 മാർച്ച് 31 ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയുടെ സ്ഥാനക്കയറ്റവും പഴയ മേൽശാന്തിയുടെ സ്ഥാന ഇറക്കവുമായിരുന്നു. ഉറങ്ങാത്ത നാടാണ് നമ്മുടെ ഗുരുവായൂർ. ഉറക്കമില്ലാത്ത ഉണ്ണിയാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. ഈ കണ്ണനൊപ്പമാണ് ഇനിയുള്ള മേൽശാന്തിയുടെ ജീവിതം. കണ്ണൻ ഉണരുന്നതിന് മുമ്പ് ഉണരണം, കണ്ണനെ ഉണർത്തണം, എണ്ണയിട്ട് വാകച്ചാർത്തി കുളിപ്പിക്കണം, പട്ടുകോണകം ചാർത്തി മഞ്ഞപ്പട്ടുടുപ്പിക്കണം, ഗോപിക്കുരു തൊടിയിക്കണം, കിങ്ങിണിയും കങ്കണവും മൈപ്പീലിയും ഒക്കെ ചാർത്തണം, ചന്ദനവും കളഭവും കൊണ്ട് അലങ്കരിക്കണം, പൊന്നോട് കുഴൽ കയ്യിൽ കൊടുക്കണം, പൂക്കളും മാലകളും ഒക്കെ ചാർത്തണം, തൃക്കൈയിൽ വെണ്ണിയും കദളിപ്പഴവും ഒക്കെ നൽകണം, മലരും ഉഷപായസവും ത്രിമധുരവും പാൽപ്പായസവും ഓരോന്നായി നേദിച്ച് വേദവും മന്ത്രവും സൂക്തവും ചൊല്ലിക്കേൾപ്പിക്കണം. ഒപ്പം നടത്തി ശീവേലിക്ക് പുറത്തെത്തിക്കണം. ഉറങ്ങാൻ അകത്ത് വിട്ടു പോരണം. ഒരമ്മയെപ്പോലെ, ഒരു ഗുരുവിനെപ്പോലെ, കളിക്കൂട്ടുകാരനെ പോലെയാണ് കണ്ണൻ്റെ മേൽശാന്തി. ശുഗപുരം പെരുവനം ഗ്രാമങ്ങളിലെ യാഗാധികാരമുള്ള നമ്പൂതിരിമാർക്കാണ് മേൽശാന്തിയാകാനുള്ള അവകാശം. 6 മാസമാണ് മേൽശാന്തിയുടെ കാലാവധി. യോഗ്യതയുള്ളവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ മേൽശാന്തി നിശ്ചയിച്ചാൽ 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയും വേണം. ശ്രീകോവിലിൻ്റെ താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിലാക്കി നൽകിയാണ് മേൽശാന്തിയെ ചുമതല ഏൽപ്പിക്കുന്നത്. തല ഏറ്റെടുക്കുന്ന മേൽശാന്തിയുടെ അധികാര ചിഹ്നമാണ് ഈ താക്കോൽക്കൂട്ടം. മേൽശാന്തി നാലമ്പലം വിട്ട് പുറത്തിറങ്ങുമ്പോഴെല്ലാം ഈ താക്കോൽക്കൂട്ടം കയ്യിലുണ്ടാകും. മതിലകം വിട്ട് പുറത്തു പോകരുത്. കഠിനനിഷ്ഠയോടെ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കണം. ഉച്ചയ്ക്ക് 12:30 വരെ ജലപാനം പാടില്ല. ദിവസവും 5-6 തവണ മുങ്ങിക്കുളിക്കണം. അല്പം മാത്രം ഭക്ഷണം കഴിക്കുക. പുലർച്ചെ 2:15 മുമ്പ് ഉണരണം. ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് മെതിയടി ധരിച്ചു വേണം നടക്കാൻ. ഇത് മേൽശാന്തിക്ക് മാത്രമായിട്ടുള്ള അവകാശമാണ്. മുന്നിൽ കുത്തുവിളക്കുമായി ശിഷ്യൻ വഴികാട്ടി നടക്കും. 2:55 ശ്രീലകത്ത് പ്രവേശിച്ച് 3 മണിക്ക് ഗർഭഗൃഹ വാതിൽ തുറന്നാൽ സ്വർണ്ണവിളക്കുകളുടെ പ്രഭയിൽ കണ്ണൻ്റെ നിർമാല്യം നടത്തും. എണ്ണാഭിഷേകം, വാകച്ചാർത്ത്, വേദാദി, പുരുഷസൂക്തം, പുണ്യാഹ മന്ത്രങ്ങളാൽ അഭിഷേകം നടത്തിയതിനു ശേഷം 4:45 ഉഷനിവേദ്യം കഴിഞ്ഞ് 5:15 വരെ മേൽശാന്തിക്ക് തൻ്റെ മുറിയിൽ വിശ്രമിക്കാം. വീണ്ടും കുളിച്ച് ഉഷപൂജയും ശീവേലിയും കാലത്ത് 8:15 മുറിയിൽ പോയാൽ 9:30 കുളിച്ച് തിരികെ എത്തണം. ഉച്ചപൂജ കഴിഞ്ഞ് 12:30 നട തുറന്ന് തീർത്ഥം സേവിക്കുമ്പോഴാണ് മേൽശാന്തിയുടെ ഉപവാസം അവസാനിപ്പിക്കുന്നത്. ആ ജലപാനം നടത്തിക്കൊണ്ടാണ്. സ്വന്തം മുറിയിൽ ഭഗവാന്റെ നീതിയും വിഭവങ്ങളും തന്നെയാണ് ഉച്ചയൂണ്. തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ചാൽ മേൽശാന്തിയുടെ ഭക്ഷണം പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഊണ് കഴിഞ്ഞാൽ ഭക്തരെത്തും. ഗുരുവായൂരപ്പനോട് തൻ്റെ കാര്യങ്ങൾ പറയുവാനും പ്രത്യേക സങ്കടങ്ങൾ പറയുവാനും പ്രത്യേകം പ്രാർത്ഥിക്കുവാനും നമസ്കരിക്കാനുമായി ഒക്കെ. വൈകിട്ട് 4-ന് കുളി കഴിഞ്ഞ് നട തുറന്നാൽ ശീവേലിയാകും. ഇടയ്ക്ക് മുറിയിൽ പോയാൽ സന്ധ്യയ്ക്ക് മുമ്പ് കുളിച്ചെത്തണം. ദീപാരാധനയും അത്താഴപൂജയും ശീവേലിയും ഒക്കെ കഴിഞ്ഞ് രാത്രി 10:30 മടങ്ങാം. ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ 11 മണിയാകും. ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ മേൽശാന്തിക്ക് രാവിലെ 9 കഴിഞ്ഞാൽ മുറിയിലേക്ക് മടങ്ങാം. ബാക്കി പൂജകൾ ഓരോന്നായി ചെയ്യുന്നത് ഓദിക്കന്മാരാണ്. വൈകിട്ട് 4 മുതൽ പതിവ് ചടങ്ങുകളുണ്ട്. 200 കൊല്ലത്തിനിടെ സാമവേദിയായ ഒരാൾ മേൽശാന്തിയായത് 2023 തോട്ടം ശിവകരൻ നമ്പൂതിരി. അദ്ദേഹം കേരളത്തിൽ ജൈമിനീയ സാമവേദം അറിയുന്ന 2 പണ്ഡിതന്മാരിൽ ഒരാളാണ്.